പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി പിണക്കത്തിലാണോ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. ഇഷ്ടവ്യക്തി ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ആദ്യമായിട്ട് ഷാ എന്ന ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു മാനസികമായ ഒരകലം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ നിങ്ങളൊരിക്കലും ആലോചിച്ചതല്ല, നിങ്ങളൊരിക്കലും ചിന്തിച്ചതല്ല ആ മാനസികമായ അകലം. പക്ഷേ അങ്ങനെ ഉണ്ടായി. നിങ്ങളുടെ വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചു. ആ വ്യക്തി യാതൊരു സ്നേഹവുമില്ലാതെ, യാതൊരു പരിഗണനയുമില്ലാതെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോയി. നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു. ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും, ഞാൻ ഇത്രയേറെ പരിഗണനകൾ നൽകിയിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഉപാധികൾ വെച്ച് നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിച്ചു. കാരണം അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകൾ അതിന് ആക്കം കൂട്ടി. ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് തോന്നിയ ഒരു തെറ്റ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തോന്നിയ ഒരു അഹങ്കാരമോ ഒരു തീരുമാനമോ നിങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ട് അവരെടുത്തു. അത് തെറ്റാണെന്ന് ആ വ്യക്തിക്ക് തോന്നുന്ന സമയത്തിന് മുൻപ് തന്നെ ആ വ്യക്തിയെ പിന്താങ്ങുന്ന ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത മറ്റൊരു ആൾ അതിനെ ന്യായീകരിക്കുകയും ആ വ്യക്തിക്ക് അനാവശ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം ആ വ്യക്തി നിങ്ങളോട് അനുഭാവപൂർണമായൊരു നടപടിയും സ്വീകരിച്ചില്ല. നിങ്ങളെ സംബന്ധിച്ച് അതൊരു ദുഃഖമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് എന്നിൽ അങ്ങനെ ഒരു അനുഭാവപൂർണമായ ഒരു നീക്കം എന്നോട് നടത്തിയില്ല എന്നുള്ള രീതിയിൽ അത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് സാരമായി ബാധിച്ചു. നിങ്ങൾ ആ സമയത്ത് ആ വ്യക്തിയിൽ നിന്നുണ്ടായ യാതൊരു അനുഭാവപൂർണമല്ലാത്ത നിലപാട്, അതിന് നിങ്ങളും ശക്തമായിട്ട് പ്രതികരിച്ചു. ആ വ്യക്തി എന്താണോ നിങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞത് അത് അതുപോലെ ചെയ്യുമെന്നും അതെനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വൈകാരികമായൊരു തീരുമാനമെടുത്തു. അത് വീണ്ടും ആ വ്യക്തിയെ ചൊടിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് കൃത്യമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ആ വ്യക്തി തിരിച്ചെത്തും. അടുത്ത ഘട്ടം ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല. ആരൊക്കെയാണോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചത് അവരുടെ യഥാർത്ഥ മുഖവും അവരുടെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും ഉണ്ടാവും. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും മാപ്പ് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ ഷാ എന്ന ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി തീരുമാനമെടുത്തു. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില തെറ്റുകൾ അതിലുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അവിശ്വസിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ മറ്റൊരു വൈകാരികമായ അവസ്ഥയിലേക്കെത്തി. ആ വ്യക്തിയെ ഒട്ടും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നിങ്ങൾക്ക് തോന്നി തൻ്റെ വാക്കും പ്രവൃത്തിയുമാണ് ആ വ്യക്തിയെ എന്നിൽ നിന്ന് അകറ്റിയതെന്നുള്ളത്. അത് ബോധ്യപ്പെട്ട അതേ നിമിഷം തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് മാപ്പ് ചോദിക്കുകയും ഇനി ഞാൻ അത്തരം വേദന നിങ്ങൾക്ക് സമ്മാനിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആ വ്യക്തിയോട് ആ തെറ്റുകൾ, ആ അവഗണനകൾ, ആ ദുഃഖിപ്പിക്കലുകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാം ഒഴിവാക്കണം, എല്ലാം മാറ്റണം. പക്ഷെ നിങ്ങളുടെ മനസ്സിലെ ആ ദുഷ്ടചിന്തകളോ ദുഷ്ടപ്രേരണകളോ അതിനനുവദിച്ചില്ല. അങ്ങനെ ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്ന നിലപാടുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായി. അവസാനം നിവൃത്തികെട്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. പിന്നീട് തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ആ വ്യക്തിയോട് മാപ്പ് ചോദിച്ചു എന്നപ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില ആളുകൾ അതിനെ തടഞ്ഞു. ഒരുപക്ഷെ ആ വ്യക്തിയെ കൃത്യമായി
അത് അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ദുഃഖമായി. പിന്നീട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നടത്തിയ ഓരോ പ്രവൃത്തികളും കൂടുതൽ കൂടുതൽ അവരെ ശത്രുവാക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു. ഇപ്പോൾ ആ വ്യക്തി നഷ്ടമായിരിക്കുന്നു നിങ്ങൾക്ക്. ആ വ്യക്തിയുടെ ഒരു കാര്യവും നിങ്ങൾ അറിയാറില്ല. പക്ഷെ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുണ്ട്. നിങ്ങൾ ഓരോ നിമിഷവും അനുനിമിഷവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി തൻ്റെ അടുത്തേക്കൊന്ന് വന്നിരുന്നെങ്കിലെന്നാണ്. തൻ്റെ അടുത്തേക്ക് ആ വ്യക്തി ഒന്ന് എത്തിയിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കാനെങ്കിലും സാധിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമായൊരു നിലപാടാണെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയ അതുപോലെയുള്ള ചില ദുഃഖങ്ങളും ചില സങ്കടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി. അങ്ങനെയാണെങ്കിൽ അത് സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.